ഹായ്, ബിരിയാണി തിന്നാൻ തോന്നി, പക്ഷെ ചിക്കൻ കഴിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഒരു സോയാ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഇനി കനം കുറച്ച് അരിഞ്ഞെടുത്ത 2 വലിയ സവാള, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത് വഴണ്ടി വരുമ്പോൾ 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ലപോലെ വാടി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മസാലപ്പൊടികളായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ച് സോയ ചേർത്ത് കൊടുക്കാം. സോയ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് വറുത്തതാണ്. 250 ഗ്രാം സോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ സോയ ആണെങ്കിൽ ഒന്നും കൂടി നല്ലത്. ഇനി ഇതിലോട്ട് നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കണം. ഇനി ഇത് 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം 1 കൈപ്പിടി ചെറുതാക്കി അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി 1/4 ഭാഗം വേവിച്ച് വെച്ച 1 കിലോ ബസ്മതി റൈസിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കണം. അരി വേവിക്കുന്ന വിധം കഴിഞ്ഞ വെജിറ്റബിൾ ബിരിയാണിയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് 1 കൈപ്പിടി ഗ്രീൻ പീൻസ്, ക്യാരറ്റ്, ബീൻസ് എന്നിവ വേവിച്ചതും, വറുത്ത് വെച്ച മുന്തിരി, അണ്ടിപ്പരിപ്പ്, സവാള, ചെറുതാക്കി അരിഞ്ഞ മല്ലിയില, 2 മൂടി പൈനാപ്പിൾ എസൻസ്, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് നെയ്യും കൂടി വിതറിക്കൊടുക്കാം. ഇതിനുശേഷം രണ്ടാമത്തെ ലെയർ അരി കൂടി ചേർത്ത് ഇതേ സെയിം സാധനങ്ങൾ വിതറിക്കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തെടുക്കാം. ഇനി 20 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മുകളിൽ കുറച്ച് ചെറി കൂടി ചേർത്ത് സെർവ് ചെയ്യാം. അപ്പോൾ അടിപൊളി സോയ ബിരിയാണി റെഡിയായി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.